വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ ചൂടല്ലേ, ചൂട് കാരണം വീടിൻ്റെ അകത്തും ഇരിക്കാൻ വയ്യ, പുറത്തും ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. നമ്മളിവിടെ കടലിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നമുക്ക് അത്ര കാറ്റ് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ചൂട് ഇന്ന്. എല്ലാവരും ഒരുപാട് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം ഇന്ന് കുറച്ച് ഒന്ന് ചേച്ചി വന്നതുകൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാം എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേറെ ഒരിടം പോയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു തണൽ കണ്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ കൂട്ടുകാരെ, എനിക്കറിയാം നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത് തീരെ കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എക്സാമിൻ്റെ ഒരു ഇതൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ്. എന്നെ കണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എനിക്ക് ഉണ്ടാവണം. ഇവിടെ വ്യൂസൊക്കെ ഇത്തിരി കുറവാണ്, അതെനിക്കറിയാം. ഞാൻ നേരെ ഇടാത്തതിൻ്റെ ആണെന്ന്. ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇടാം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നമുക്ക് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പഠനത്തിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ ഒന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ ചാനൽ. അതും കൂടിയാണ് ഇതിൽ കൂടി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ട് കൂടെ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എനിക്കറിയാം നമ്മൾ നേരെ വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടി എനിക്ക് ഉണ്ടായാൽ മതി. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാനൊരു ധൈര്യം തരുന്നത് തന്നെ. അപ്പോൾ കൂട്ടുകാരെ, അനിയത്തിയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ കളിക്കാനൊക്കെ പോയതിൻ്റെ ഇടയിൽ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതാണ്. ആളിന് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പം ആളിനും വെക്കേഷൻ ആണല്ലോ. ഇനി അടുത്തിന് 5ാം ക്ലാസ്സിലോട്ടാണ്. അപ്പം ഞാൻ ഇപ്പം പഠിച്ച സ്കൂളും ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ഇനി അടുത്ത് വാഴമുട്ട് സ്കൂളിലോട്ടാണ് ഇനി ആൾ. ഈ സ്കൂളിൽ 4ാം ക്ലാസ് വരെയൊക്കെ ഉള്ളൂ. അപ്പം സന്തോഷം തന്നെയാണ് അങ്ങനെയൊക്കെ പോണേന്. അടുത്തതാണ് പിന്നെ ഇത് കുറച്ചുകൂടി പോകണം. വേറെ ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന വേറൊരിടം അല്ല കേട്ടോ. ഇവിടെ നമ്മുടെ അടുത്ത് ക്ഷേത്രത്തിൻ്റെ ആ സൈഡിലൊരു നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മയായിട്ടൊക്കെ പോയിട്ട് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തെന്ന് പറഞ്ഞ് ആളുടെ കയ്യിലൊരു 10 രൂപ ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ച് തരാൻ ചേച്ചി വാ എന്നൊക്കെ പറഞ്ഞാണിപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത്. എന്താണോ എന്തോ, ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. വെയിലുണ്ട് നല്ല രീതിയിൽ. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഒത്തിരി വെയിൽ കൂടുതലാണ്. ആൾ എവിടെ വേണേലും വീൽ ചെയറിൽ തള്ളിക്കൊണ്ടൊക്കെ പോവും. പിന്നെ ഒരിത്തിരി സ്പീഡ് നീ പറഞ്ഞോ. കൂട്ടുകാരെ, ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകളുമായി നമ്മൾ ഇനിയും വരും. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് ഉണ്ടാവണമെന്ന് പറ. നല്ല എല്ലാത്തിനും ആക്റ്റീവാണ്, പക്ഷെ ഇടയ്ക്ക് നാണം വരും, ഒരു മടി വരും. അതിലാണ് നീ കുടിക്കോ. അവിടെ എല്ലാ കുടുംബക്കാരും എന്തിന് ചേച്ചിക്ക് എന്തിന് കുടിക്ക അത് ഇതും പറഞ്ഞോണ്ട് അവൻ്റെ അടുത്ത് ചോദിക്കില്ലേ? ഇല്ല, അവനെ കൂട്ടുകാരെ, നല്ല നല്ല എന്താ പറയുക, ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കണം. ഇവിടെ അല്ല കേട്ടോ, ആ കടലിൻ്റെ ഒരു കെട്ടുണ്ട് കേട്ടോ അവിടെ വന്ന് ഇരിക്കണം. എൻ്റെ പൊന്നോ, ഒരു AC പോലും തോറ്റു എന്ന് പറയില്ല, അതുപോലെയാണ്. അവിടെ കിടന്ന് ഉറങ്ങി അത്ര കാറ്റാണ്. പക്ഷെ നമ്മൾ പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെയാണ് ഈ കാറ്റൊക്കെ കൊള്ളാൻ പോകുന്നത് തന്നെ. നല്ല കാറ്റാണ് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ അങ്ങോട്ട് കിട്ടാറില്ല, ആ ഒരു സങ്കടമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഭയങ്കര ചൂടാണ്. ഈ വെയിലിൻ്റെ ഇത് നമ്മുടെ വാർപ്പ് അതിൻ്റെ ആ ചൂട് തങ്ങി നിന്ന് ഭയങ്കര ചൂടാണ്. ചൂട് തന്നെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും ഈ ചൂടും ഇതായിട്ട് തന്നെയാണ് ബുദ്ധിമുട്ടുന്നത്. സത്യം പകലൊന്നും കിടക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല, അത്ര ചൂട്. കിടന്നൊക്കെ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേർത്ത് കുളിച്ച്
എന്താ ഓട്ടവും ചാട്ടം എന്നാ, പക്ഷെ അവൾക്ക് ചൂടൊന്നും കാര്യമില്ല കേട്ടോ. ഏത് ചൂടത്തും ഓടും. അതാ വെള്ളം ഇല്ലാത്തോണ്ടേ കുറച്ച് കഴിഞ്ഞ എന്നെ അപ്പൊ കൂട്ടുകാരെ, എൻ്റെ അനിയത്തി ഇരുന്നിരുന്ന് എനിക്കൊരു വെള്ളം വാങ്ങിച്ച് തരാനുള്ള ആഗ്രഹത്തിൽ വന്നപ്പോൾ ഇവിടെ വെള്ളം ഇല്ല കേട്ടോ. അത് കാരണം നാരങ്ങ വെള്ളമില്ല ഇവിടെ. കൂട്ടുകാരെ ഇനിയിപ്പോൾ രണ്ട് ദിവസം എന്തോ കോർപ്പറേഷനിൽ വെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ്. പിന്നിപ്പം ഈ പാട്ടൊക്കെ കേൾക്കുന്നില്ല ഇവിടെ, ഷഷ്ടി അല്ലേ, ഷഷ്ടിയാണ്. അതാണ് ഈ പാട്ടും പിന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള ഇതൊക്കെ കേൾക്കുന്നത്. അയ്യോ ഭയങ്കര പേര്. അതാണ് ഇത് കൊണ്ടുപോയി. ഞാൻ വന്നോളാം. ദാഹിച്ച് തൊണ്ട നിന്റെ കൂടെ വരണതും പേടിക്കുന്നതും. അപ്പോൾ കൂട്ടുകാരെ, അനിയത്തി വലിയ കാര്യം വലിയ സ്നേഹത്തോടെയൊക്കെ നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയെങ്കിലും നമ്മൾ മറന്നുപോയി കേട്ടോ. ഇവിടെ കോർപ്പറേഷൻ വെള്ളം ഇല്ലെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിട്ടുപോയി ആ കാര്യം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവിടെയും ഇല്ലാത്തതെന്നാണ് തോന്നുന്നത്. കാരണം 2-3 ദിവസത്തേക്ക് ഇനി വെള്ളം ഇല്ല. അപ്പം അതായിരിക്കും. പിന്നെ അവളെന്ത് വാങ്ങിച്ചു തന്നാലും നമുക്ക് സന്തോഷമാണ്. തരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെയാണ് തിരിച്ചും കൊടുക്കുന്നത്. തരണം. പക്ഷേ ഇപ്പം എന്തോ ചൂടാണ്, അതുകൊണ്ട് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കണം. ഇനി ആൾ കഴിക്കുമോ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്ന് അറിയത്തില്ല. ആളിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വാങ്ങിച്ചൊക്കെ കഴിക്കാറുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷമാണ്. പിന്നെ അതിനേക്കാളും സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെ പുറത്ത് വന്ന് ഇത്തിരി നേരം ഈ കാറ്റത്തൊക്കെ ഇരിക്കുന്നത് തന്നെയാണ്. എപ്പോഴുമൊക്കെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കേഷൻ ആകുമ്പോൾ ഒരു പരിധിയാണ് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുന്നതിന്. ഇത് ചൂടുമാണ്, അപ്പോൾ അതൊരു മടിയാണ് ഇപ്പം ചൂടത്തിന് പുറത്തിറങ്ങുക എന്നുള്ളതൊക്കെ. അനിയത്തി നെല്ലിക്ക പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഒരു അല്പം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി അവൾ തന്നെ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ സന്തോഷങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണം. ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു.